ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററാണ് റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡിസസ് ആൻഡ് ലോഗരിതം. ഈ ചാപ്റ്ററിന്റെ മാക്സിമം വെയിറ്റേജ് ചെയ്യുന്നത് 10 മാർക്കാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 10 മാർക്കിന് വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആയിട്ടാണ്. റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡിസസ്, ലോഗരിതം, ഇങ്ങനെ 4 യൂണിറ്റ് ആയിട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത്. ഈ 4 യൂണിറ്റ് കൂടി 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതിലെ ഫസ്റ്റത്തെ യൂണിറ്റ് ആയിട്ടുള്ള റേഷ്യോസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ യൂണിറ്റ് ആണ് റേഷ്യോസ്. റേഷ്യോസ് എന്ന് പറയുന്നത് എ കമ്പാരിസൺ ഓഫ് ടു ഓർ മോർ ക്വാണ്ടിറ്റീസ് ഇൻ സെയിം കൈൻഡ് ബൈ ഡിവിഷൻ. എന്താ ഈ ഒരു സെന്റൻസ് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? റേഷ്യോസ് എന്ന് പറയുന്നത് is a comparison of two or more quantities in same kind by division. എൻ്റെ 2 സെന്റിമീറ്റർ ഉള്ള ഒരു ത്രെഡും അതേപോലെ തന്നെ 2 മീറ്റർ ഉള്ള ഒരു ത്രെഡും ഉണ്ട്. ഇത് തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഇത് തമ്മിൽ എനിക്ക് കമ്പയർ 2 ഓർ മോർ ക്വാണ്ടിറ്റീസ്, രണ്ടിൽ കൂടുതലുള്ള ക്വാണ്ടിറ്റിയിൽ 2 ക്വാണ്ടിറ്റീസ് ഉണ്ട്. 2 ക്വാണ്ടിറ്റീസ് എനിക്ക് കമ്പയർ ചെയ്യണം. ഇൻ സെയിം കൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, രണ്ടും സെയിം കൈൻഡിൽ തന്നെ ആയിരിക്കണം. ഇത് സെന്റിമീറ്ററിലും ഇത് മീറ്ററിലുമാണ്. അപ്പൊ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെയിം കൈൻഡിലായിരിക്കണം കമ്പയർ ചെയ്യേണ്ടത്. ഇതിപ്പോൾ 2 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 2 മീറ്റർ എനിക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 സെന്റിമീറ്റർ എന്ന് എഴുതാം. 2 മീറ്റർ എന്തിന് ഈക്വൽ എന്നാണ്? 200 സെന്റിമീറ്ററിന് ഈക്വൽ. അപ്പൊ 2 മീറ്ററിന് പകരം 200 മീറ്റർ എന്ന് എഴുതി. ഇനി എനിക്ക് കമ്പയർ ചെയ്തൂടെ? 2 സെന്റിമീറ്ററും 200 സെന്റിമീറ്ററും കമ്പയർ ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 200 ബൈ ഡിവിഷൻ എന്നാണ് പറയുന്നത്. 2 ഡിവൈഡഡ് ബൈ 200. ഈ ഫ്രാക്ഷനെ ഞാൻ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂമറേറ്ററിനെ ഫസ്റ്റും ഡിനോമിനേറ്ററിനെ രണ്ടാമതും എഴുതിയിട്ട് ഈസ്റ്റു എന്ന് പറഞ്ഞ് എഴുതുന്നതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 2:200. ഓക്കെ അല്ലെ? സെയിം കൈൻഡ് ബൈ ഡിവിഷൻ. 2 or more quantities in same kind by division. ഓക്കെ, റേഷ്യോസ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക A:B എന്നുള്ള ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ A:B എന്ന് പറയുന്നത് A/B, ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന സമയത്ത് A/B എന്നാവും. ഇനി അതേപോലെ തന്നെ A:B എന്ന് പറയുന്നതും B:A എന്ന് പറഞ്ഞാലും ഈക്വൽ ആണോ? അല്ല, ഈക്വൽ അല്ല. അപ്പൊ 2:200 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2:200 എന്ന് പറയുന്നതും 200:2 എന്ന് പറയുന്നതും ഈക്വൽ ആണോ? ഒരിക്കലും ഈക്വൽ അല്ല കേട്ടോ. അത് നോട്ട് ഈക്വൽ ആണ് കേട്ടോ. 2:200 എന്ന് പറഞ്ഞാൽ 2/200 എന്ന് വരും. 200:20 എന്ന് പറയുന്നത് 200 ഡിവൈഡഡ് ബൈ 20. ഇതിന് 200 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 100 വരും. 2 ഡിവൈഡഡ് ബൈ 200 എന്ന് പറഞ്ഞാൽ വളരെ ഡെസിമൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇത് തമ്മിൽ ഈക്വൽ ആവോ? ഒരിക്കലും ഈക്വൽ ആവില്ല. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് റേഷ്യോ നമ്മൾ സ്മോളസ്റ്റ് ഫോർമാറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. സ്മോളസ്റ്റ് ഫോർമുലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും സ്മോളസ്റ്റ് ഫോർമുലായിരിക്കും റെപ്രസെന്റ്. ഇപ്പൊ 2:200 എന്ന് കിട്ടി. ഈ 2:200 എന്നുള്ളത് നമ്മൾ റേഷ്യോയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലെ റെപ്രസെന്റ് ചെയ്യുള്ളൂ. ഈ 2 200 2 ഡിവിസിബിൾ അല്ലേ? അപ്പൊ 200 ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടി. 200 ഡിവൈഡ് ചെയ്താൽ 1:200. മീൻസ് 2:200 എന്ന് പറയുന്നതും 1:100 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇത് തമ്മിൽ എന്താണ്? ഈക്വൽ ആണ്. 9:27 നമ്മൾ ഇതിനെ ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. 9ഉം 27 എന്തിൽ ഡിവിസിബിൾ ആണ്? 3 ഡിവിസിബിൾ ആണ്. ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 9 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 27 ഡിവൈഡഡ് ബൈ 3 9 എന്ന് കിട്ടി. വീണ്ടും ഇത് 3 ഡിവിസിബിൾ അല്ലേ? 3ഉം 9ഉം 3 ഡിവിസിബിൾ അല്ല. 3യോ വേറെ ഏത് നമ്പറിലാണോ ഡിവിസിബിൾ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 9:27 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1:3 ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരു സ്മോളസ്റ്റ് ഫോർമുലയ്ക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത റേഷ്യോയിൽ പറയാനുള്ളത് A:B. A:B എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷ്യോ കൊണ്ട് A:B ആണെന്നുണ്ടെങ്കിൽ എനെ നമ്മൾ പറയാം ഫസ്റ്റ് ടേം എന്ന് പറയും. ഫസ്റ്റ് ടേം അല്ലെ? അതേപോലെ തന്നെ എന് പറയുന്ന വേറൊരു പേരാണ് ആന്റിസിഡന്റ്. ഇനി ബിനെ നമ്മൾ എന്ത് പറയും? സെക്കൻഡ് ടേം. അതിന് പകരം വേറൊരു പേരും കൂടി ഉണ്ട്, കോൺസിക്വന്റ്.
ഇനി ആന്റിസിഡന്റ് കോൺസിക്വന്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടാൽ അത് എന്താണെന്നൊന്നും ആലോചിക്കേണ്ട. ഫസ്റ്റ് ടേം ആണെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ആന്റിസിഡന്റ്, സെക്കൻഡ് ടേം ആണെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് കോൺസിക്വന്റ്. ഓക്കെ അല്ലേ, ഇതൊന്നും പഠിച്ചു വെക്കണേ. ഫസ്റ്റ് ടേം ആന്റിസിഡന്റ്, സെക്കൻഡ് ടേം കോൺസിക്വന്റ്. അപ്പൊ നമ്മൾ റേഷ്യോന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്. A:B എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ A/B ആവും. A:B എന്ന് പറയുന്നതും B:A എന്ന് പറഞ്ഞാലും ഈക്വൽ അല്ല. ഫസ്റ്റ് ടേമിന് ആന്റിസിഡന്റ് എന്ന് പറയും, സെക്കൻഡ് ടേമിന് കോൺസിക്വന്റ് എന്ന് പറയും. റേഷ്യോസ് ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റു എന്നുള്ള ഫോർമാറ്റിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് റേഷ്യോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ A ആണെങ്കിലും B ആണെങ്കിലും സെയിം കൈൻഡ് ആയിരിക്കണം, സെയിം യൂണിറ്റിലായിരിക്കണം റെപ്രസെന്റ് ആയിട്ട്. ഒന്ന് സെന്റിമീറ്റർ ആണ്, മറ്റേത് സെന്റിമീറ്ററിൽ തന്നെ ആയിരിക്കണം. ഓക്കെ അല്ല, ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേതും എക്സ് എന്നുള്ള ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. ഒന്ന് എക്സിലും ഒന്ന് വൈയിലും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ അല്ലേ, ഇത്രയാണ് റേഷ്യോന്റെ ബേസ് വരുന്നത്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് റേഷ്യോസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് റേഷ്യോസ്. ഈ എഴുതി തരുന്ന നോട്ടുകളൊക്കെ അപ്പക്കപ്പം തന്നെ എഴുതിയെടുക്കാം കേട്ടോ. ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ്, മാക്സിമം ഒരു പേജ് അല്ലെങ്കിൽ 2 പേജിലായിട്ടൊക്കെ ഇക്വേഷനും കൺസെപ്റ്റും കൂടി ഉണ്ടാവും. മാക്സിമം കേട്ടോ 2 പേജ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ 2 പേജ് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഒക്കെ ചെയ്തു തുടങ്ങാം. ഓക്കെ അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് റേഷ്യോസ്, റേഷ്യോസിന്റെ പ്രോപ്പർട്ടീസ്. റേഷ്യോയിൽ ഫസ്റ്റ് പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ 2:3 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2:3ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 2നെയും 3നെയും സ്ക്വയർ ചെയ്താൽ മതി. 2 ടേമിനും എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. 2നും 3നും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 2² 3². 2² എന്ന് പറഞ്ഞാൽ 4, 3² എന്ന് പറഞ്ഞാൽ 9. 4:9 എന്നാവും. ഈ 2:3നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ 4:9 എന്നായിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി അടുത്തത് പ്രോപ്പർട്ടി വരുന്നത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഇപ്പൊ 2:3 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2നും 3നും ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടേമിനും ക്യൂബ് ആക്കാം. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റിൽ സ്ക്വയർ ആണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രിപ്ലിക്കേറ്റിൽ എന്താക്കാം, ക്യൂബ് ആക്കാം. 2³ 3³ എന്നാവും. 2³ 3³ ഫസ്റ്റ് ടേമിനും ക്യൂബ് ചെയ്യുക, സെക്കൻഡ് ടേം ആയിട്ടുള്ള 3നും ക്യൂബ് ചെയ്യുക. 2³ 3³ 2³ എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും, 3³ എന്ന് പറഞ്ഞാൽ 27 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 2:3ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 8:27 ആണ്. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ അല്ല. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി വരുന്നത് സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഓക്കെ, സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് തന്നിട്ടുള്ള ഒരു റേഷ്യോ ഉണ്ട് 16:25 ആണ്. ഇതിന്റെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാന്ന് പറയുന്നത് ഈ 2 ടേമിനും ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടേമിനും റൂട്ട്. ഇനിയിപ്പോൾ 3 ടേമുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 3 ടേമിന് എന്ത് ചെയ്യുക, റൂട്ട് ചെയ്യാം. നമ്മൾ ഈ റേഷ്യോന്റെ സ്റ്റേറ്റ്മെന്റിൽ 2 or more ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. അപ്പൊ റേഷ്യോയിൽ എയും ബിയും മാത്രമല്ല, എയും ബിയും അതേപോലെ തന്നെ സിയും വരാം. A:B:C. ഓക്കെ അല്ലേ. A:B:3 C എന്ന് വരാം. ഓക്കെ അല്ലേ. 3 ക്വാണ്ടിറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എയും ബിയും മാത്രമല്ല സി ഡി അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. ഇനി ഇതിലിപ്പോൾ 2 ടേമുള്ള 16:25 അതിന്റെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ എല്ലാ ടേമിന്റെയും റേഷ്യോയിലുള്ള എല്ലാ ടേമിനെയും റൂട്ട് ചെയ്യാം. റൂട്ട് 16:25. ഓക്കെ അല്ലേ. 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4, 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 16:25ന്റെ റൂട്ട് സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 4:5 എന്ന് വരും. ഓക്കെ, റൂട്ട് കാണുന്നതിനാണ് സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ 2:3ന്റെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്താൽ മതി, കാൽക്കുലേറ്ററിൽ റൂട്ട് 2ന്റെയും റൂട്ട് 3ന്റെയും വാല്യൂ എടുത്താൽ മതി. അല്ലെങ്കിൽ റൂട്ട് 2:3 എന്ന് എഴുതിയാൽ മതി. നമ്മളെ ഓപ്ഷനിൽ എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് ആ ഓപ്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പൊ 9:27 ആണെന്നുണ്ടെങ്കിൽ
80:27 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ക്യൂബ് റൂട്ട് ആക്കുന്നതിനാണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 8, ക്യൂബ് റൂട്ട് ഓഫ് 27. ഓക്കെ അല്ലെ. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3, 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2, 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3. ഓക്കെ അല്ല. ഈ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കട്ടോ. ക്യൂബ് റൂട്ട് ആക്കുന്നതിനാണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ക്യൂബ് റൂട്ട് കാണാനുള്ള ഒരു മെത്തേഡ് ഇല്ല. കാൽക്കുലേറ്ററിൽ അങ്ങനെ ഒരു ബട്ടൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വെക്കാനുള്ള ചാൻസ് കുറവാണെന്നേ ഉള്ളൂ. ചോദിക്കില്ല എന്നല്ല, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബാക്കി കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ചോദിക്കാൻ കുറവാണ്, ചാൻസ് കുറവാണ്. ക്യൂബ് റൂട്ട് കാണാം. ഓക്കെ, ക്യൂബ് റൂട്ട് 8ന്റെ ക്യൂബ് റൂട്ടും 3ന്റെ ക്യൂബ് റൂട്ടും 27ന്റെ ക്യൂബ് റൂട്ടും കണ്ട് എഴുതുന്നതിനാണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ്. ഇത് പ്രോപ്പർട്ടീസിലല്ല, കൺസെപ്റ്റിലാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ പ്രോപ്പർട്ടീസിൽ തന്നെ പഠിപ്പിച്ചു തരാം. ഇൻവേഴ്സ് റേഷ്യോ. ഇൻവേഴ്സ് റേഷ്യോ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ 2:3 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം ആക്കി എഴുതാം. ദാറ്റ് മീൻസ് 3:2 അങ്ങനെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ആക്കി എഴുതുന്നതിനാണ് എന്താ പറയുക, ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ആക്കാന്നൊക്കെ പറയല്ലോ. ഈ റെസിപ്രോക്കൽ ആക്കുന്നതിന് റേഷ്യോന്റെ ടേമിലാണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ 4:5 ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആക്കി കഴിഞ്ഞാൽ 5:4 എന്ന് വരും. 4:5 ആണെങ്കിൽ 5:4 എന്ന് വരും. ഇതിനാണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ. ഇനി അടുത്തത് കോമ്പൗണ്ട് റേഷ്യോ. കണ്ടിന്യൂസ് റേഷ്യോ, കോമ്പൗണ്ട് റേഷ്യോ, കുറേ കൺസെപ്റ്റ് വരുന്നുണ്ട് കേട്ടോ. കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് A:Bയും B:Cയും എന്ന് പറഞ്ഞിട്ട് 2 റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. A:B:B:C എന്ന് വരും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മാത്തമാറ്റിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:2, 2:3 അല്ലെങ്കിൽ 4:3 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 1:4 അതേപോലെ തന്നെ 2:3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈസ്റ്റ് നോക്കാം. ഫസ്റ്റ് ടേമുകളൊക്കെ ഒപ്പം മൾട്ടിപ്ലൈ. 1:4 എന്ന് പറഞ്ഞാൽ 4, 2:3 എന്ന് പറഞ്ഞാൽ 6, 4:6. ഇതാണ് കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് റേഷ്യോയിൽ പഠിക്കാനുള്ളത്. റേഷ്യോന്റെ ബേസ് നോക്കി, അത് കഴിഞ്ഞിട്ട് റേഷ്യോന്റെ ബേസ് നോക്കി എന്തൊക്കെയാണ് അതിന്റെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം പറയാം, ബേസ് നോക്കി. പിന്നെ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് നോക്കിയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താ നോക്കി സ്ക്വയർ ചെയ്യുന്നതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയാം. പിന്നെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ നോക്കി അതിനെ ക്യൂബ് ആക്കുന്നതിനെയാണ്, തന്നിട്ടുള്ള റേഷ്യോനെ ക്യൂബ് ആക്കുന്നതിനാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള റേഷ്യോനെ സ്ക്വയർ റൂട്ട് ആക്കുന്നതിനെയാണ് എന്ത് പറയുക, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ആക്കുന്നതിനാണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് തന്നിട്ടുള്ള റേഷ്യോനെ നേരെ ഇൻവേഴ്സ് ആക്കി എഴുതുന്നതിനാണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് തന്നിട്ടുള്ള റേഷ്യോന്റെ ഫസ്റ്റ് ടേം എല്ലാ ഇപ്പൊ ഞാൻ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ 2 റേഷ്യോ മാത്രമാണ്. ഇപ്പൊ 3 റേഷ്യോ 4 റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ റേഷ്യോന്റെ ഫസ്റ്റ് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ. ഇപ്പൊ 1:4, 3:2, 2:1 ഈ 3 ടേമുകൾ തമ്മിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ഈ ഫസ്റ്റ് ടേമുകളൊക്കെ മൾട്ടിപ്ലൈ. 1:3 3, 3:2 6, 4:2 8, 8:1 8, 6:8. ഫസ്റ്റ് ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ടേം ചെയ്താൽ സെക്കൻഡ് ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് ടേം ചെയ്താൽ ഇതിനാണ് നമ്മൾ എന്താ പറയുക, കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇത്രയും കൺസെപ്റ്റുകളാണ് റേഷ്യോസിൽ പഠിക്കാനുള്ളത്. എന്താണ് റേഷ്യോസ് എന്നുള്ള കാര്യം നോക്കി. A ratio is a comparison of a size of 2 or more quantities of a same kind by division. ഓക്കെ അല്ലേ. ഇനി അതിന് ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. റേഷ്യോസിൽ നോൺ സീറോ നമ്പേഴ്സേ വരുള്ളൂ. 0:2 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ വരില്ല. ബിക്കോസ് 0/2 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ എപ്പോഴെങ്കിലും വരും? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 0 വരുന്ന റേഷ്യോ ഒരിക്കലും വരില്ല. 2:0 ഒന്നും ഒരിക്കലും വരില്ല. ഓക്കെ അല്ല. 2/0 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരിക്കലും 0 വരില്ല. റേഷ്യോസിൽ നോൺ സീറോ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. 0 ഇല്ലാത്ത നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ. ഇനി ഇതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ആണ്. 3:4 എന്ന് പറയുന്നത് 4:3 എന്ന് പറയുന്നത് ഈക്വൽ അല്ല. കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി.
ഓക്കെ അല്ലേ. ഫസ്റ്റ് ടേമിനെ ആന്റിസിഡന്റ് എന്നും സെക്കൻഡ് ടേമിനെ കോൺസിക്വന്റ് എന്നും പറയും. അടുത്താണ് ഇതിന്റെ പ്രോപ്പർട്ടി. ഇൻവേഴ്സ് റേഷ്യോ A:B ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഇൻവേഴ്സ് ചെയ്ത് B:A എന്ന് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് റേഷ്യോ. കോമ്പൗണ്ട് റേഷ്യോ പറഞ്ഞു ഫസ്റ്റ് ടേമുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ ചെയ്യുന്നത്, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബ് ചെയ്യുന്നത്, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ചെയ്യുന്നത്, സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി കണ്ടിന്യൂസ് റേഷ്യോ എന്ന് പറയുന്നത് തന്നിട്ടുള്ള റേഷ്യോനെ ഒരു റേഷ്യോ ആക്കി മാറ്റുന്നതിനാണ് കണ്ടിന്യൂസ് റേഷ്യോ എന്ന് പറയുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം കേട്ടോ. A:B B:C ഇങ്ങനെ രണ്ട് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഒറ്റ റേഷ്യോ ആക്കി A:B:C എന്ന് എഴുതുന്നതിനാണ് കണ്ടിന്യൂസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഒരൊറ്റ റേഷ്യോ ആക്കി എഴുതുന്നത് എന്നുള്ളതിന്റെ അതിന്റെ സ്റ്റെപ്പുകൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ അല്ലേ. എങ്ങനെയാണ് A:B:C എന്നുള്ളത് ഒറ്റ റേഷ്യോ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ. ഇത്രയും കൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. ഇതിൽ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ കൺസെപ്റ്റ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇലൂസ്ട്രേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. എക്സാമിന് ഒരിക്കലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ബിക്കോസ് ഇതിൽ കുറച്ചധികം സ്റ്റെപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. എക്സസൈസ് ക്വസ്റ്റ്യൻസിലാണ് ഈ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സസൈസ് ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നുണ്ടാവാം. സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പോകുന്ന സമയത്ത് 2 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സസൈസിൽ ഇങ്ങനെ ഓരോ പാർട്ട് A 1 മാർക്കിന്, പാർട്ട് 2 2 മാർക്കിന്, പാർട്ട് 3 5 മാർക്കിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, വർക്ക്ഔട്ട് ചെയ്താൽ മതി. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കിനായിട്ട് ചോദിക്കുന്നുണ്ടാവാം. ഓക്കെ അല്ലേ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കൺസെപ്റ്റ് ഓക്കെ ആക്കണമെങ്കിൽ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത്. എക്സസൈസ് ക്വസ്റ്റ്യന് 1 2 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ അല്ല. ഇതിൽ എക്സസൈസ് ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ എൻഡിൽ മോക്ക് ടെസ്റ്റ് പേപ്പറും ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ. മോക്ക് ടെസ്റ്റ് പേപ്പറും അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. കുറച്ച് മുന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അവർ പുറത്തേക്ക് വിടുന്നില്ല. അറിയാലോ, മാത്സിന്റെയും എക്കണോമിക്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും എക്സാം കഴിഞ്ഞാൽ തരില്ല. അത് വളരെ സെക്യൂർഡ് ആണ്. അവർ പുറത്തേക്ക് സൈറ്റിലൊന്നും അപ്ലോഡ് ചെയ്യൂല മാത്സിന്റെ എക്കണോമിക്സിന്റെ. ഓക്കെ അല്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യും, മോക്ക് ടെസ്റ്റ് പേപ്പറും ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഷ്യോ അല്ലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ അതിന്റെ മുന്നായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റുകളൊക്കെ വീണ്ടും റിവൈസ് ചെയ്തൊന്ന് സെറ്റ് ആയതിന്റെ ശേഷം മാത്രം എക്സസൈസ് കാണും. ഓക്കെ. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ആ എക്സസൈസ് ക്വസ്റ്റ്യൻ ഈ തന്നിട്ടുള്ള എല്ലാ കൺസെപ്റ്റുകളും ഓക്കെ ആക്കുക. പഠിച്ച് ഒന്ന് സെറ്റായി അതിന്റെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ബൈ ഹാർട്ട് പഠിച്ച് മനസ്സിലാക്കി സെറ്റാക്കി വെക്കാം. ഓക്കെ അല്ലേ. എന്നിട്ട് ഈ എക്സസൈസ് ക്വസ്റ്റ്യന്റെ വീഡിയോസ് കാണാം.